പോക്കോയുടെ പോക്കോ M2 റീലോഡഡ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള ചോദ്യം ഇങ്ങനൊരു ഫോണിൻ്റെ ആവശ്യപ്പെടുണ്ടായിരുന്നോ? എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ M2 റീലോഡഡ് എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം തന്നെ പറയേണ്ട കാര്യം, പോക്കോ M2 എന്ന ഫോണും അതുപോലെ തന്നെ പോക്കോ M2 റീലോഡഡ് എന്ന ഫോൺ തമ്മിൽ കാര്യമായിട്ട് വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. എന്തായാലും നമ്മൾ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പോക്കോ M2 റീലോഡഡിൽ 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 9500 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. പിന്നെ റം ഷേപ്പിലുള്ള ഒരു ക്യാമറ മോഡ്യൂളും കാര്യങ്ങളൊക്കെ ഈ ഫോണിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 198 ഗ്രാമാണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.1 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, പിച്ച് ബ്ലാക്കും അതുപോലെ തന്നെ സ്ലേറ്റ് ബ്ലൂവും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പോക്കോ M2 Pro റീലോഡഡിൽ 4 GB റാമാണ് വരുന്നത്. പോക്കോ M2 അതുപോലെ തന്നെ പോക്കോ M2 റീലോഡഡും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് വരുന്നത് ഈ ഒരു കാര്യത്തിലാണ്. പോക്കോ M2ൽ 6 GB റാം വരുന്നുണ്ട്, അതേസമയം M2 റീലോഡഡിൽ 4 GB റാമേ വരുന്നുള്ളൂ. പിന്നെ ഈ ഫോണിൽ 64 GB ഇൻറ്റേർണലാണ് കൊടുത്തിട്ടുള്ളത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ MIUI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ പോക്കോ M2 എന്ന ഫോണിൽ വരുന്ന സെയിം ക്യാമറ തന്നെയാണ് ഈ ഫോണിലും വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 118 ഡിഗ്രിയാണ്. പിന്നെ 5 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f2.05 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ പോക്കോ M2 എന്ന ഫോണിൽ വരുന്ന സെയിം ബാറ്ററി തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 9499 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9500 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ഫോൺ തന്നെയാണ് പോക്കോ M2 റീലോഡഡ് എന്ന ഫോണ്. എന്നാലും ഇങ്ങനൊരു പുതിയ പേരിൽ ഒരു ഫോൺ ലോഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പോക്കോ M2 എന്ന ഫോണും പോക്കോ M2 റീലോഡഡ് എന്ന ഫോണും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നത് റാമിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അങ്ങനെ ഒരു വ്യത്യാസം വരുമ്പം പുതിയ പേരിട്ടിട്ട് ഒരു ഫോൺ ലോഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പോക്കോ M2ൻ്റെ 4 GB റാം വെർഷൻ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ലോഞ്ച് ചെയ്താൽ മതിയായിരുന്നു. അതുമാത്രമല്ല, റെഡ്മി 9 പ്രൈം എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണും പോക്കോ M2 എന്ന ഫോണും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് റാമിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ഇപ്പം പോക്കോ M2 റീലോഡഡ് എന്ന ഫോണും അതുപോലെ തന്നെ റെഡ്മി 9 പ്രൈം എന്ന ഫോണും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് ഒരു ഡിഫറൻസും വരുന്നില്ല. എന്നാലും പോക്കോ M2 റീലോഡഡിൽ ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്, വില കുറച്ചും കൂടി കുറയും. എന്തായാലും പുതിയ പേരിൽ ഇങ്ങനൊരു ഫോൺ ലോഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു ഫോൺ തന്നെയാണ് പോക്കോ M2 റീലോഡഡ്. ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.